പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോമ്പുകാല യാത്രയുടെ 7-ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സക്കേവൂസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിലൂടെ. തുടങ്ങുന്നതിന് മുമ്പ് ഒരു കൊച്ചു കഥ. ഒരിക്കൽ ഒരു വലിയ ചിത്രകാരൻ ഒരു വൃത്തികെട്ട ചളി പിടിച്ച ചൂരിൽ നോക്കി നിൽക്കുകയായിരുന്നു. കൂടെയുള്ളവർ ചോദിച്ചു, ഇതിലെന്തിരിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ചളി മാത്രമേ കാണുന്നുള്ളൂ, പക്ഷെ ഞാൻ ഇതിനുള്ളിൽ മനോഹരമായ ഒരു ചിത്രം കാണുന്നുണ്ട്. അദ്ദേഹം ആ ചുവർ കഴുകി വൃത്തിയാക്കി അവിടെ മനോഹരമായ ഒരു ചിത്രം വരച്ചു. ലോകം ചളി എന്ന് വിളിച്ചതിനെ ആ ചിത്രകാരൻ കലയാക്കി മാറ്റി. സക്കേവൂസിനെ ലോകം പാവി എന്ന് വിളിച്ചപ്പം യേശു അവനെ അബ്രഹാമിൻ്റെ പുത്രൻ എന്ന് വിളിച്ചു. സക്കേവൂസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കാം. ഒന്നാമത്തെ കാര്യം, തടസ്സങ്ങളെ മറികടക്കാം. ഓവർകം ദ ക്രൗഡ്സ്. സക്കേവൂസ് യേശുവിനെ കാണാൻ 2 തടസ്സങ്ങളുണ്ടായിരുന്നു. അവൻ്റെ പൊക്കക്കുറവും ജനക്കൂട്ടവും. പക്ഷെ അവൻ പരാതി പറഞ്ഞില്ല. അവൻ മരത്തിൽ കയറി. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ജനക്കൂട്ടം ഏതാണ്? തിരക്കുകളാകാം, മടിയാകാം. സക്കേവൂസിനെ പോലെ ഒരു ചെറിയ പരിശ്രമം ഇന്ന് നമുക്ക് നടത്താം. ദൈവം നമ്മെ കാണും. രണ്ടാമത്തെ കാര്യം, യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കാം. ഇൻവൈറ്റ് ജീസസ് ഇൻ. സക്കേവൂസേ, വേഗം ഇറങ്ങി വരിക, എനിക്ക് ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതുണ്ട് എന്നാണ് യേശു പറഞ്ഞത്. സക്കേവൂസ് വെറുതെ നോക്കി നിൽക്കാൻ വന്നതാണ്. പക്ഷേ യേശുവിന് വേണ്ടത് അവൻ്റെ ഉള്ളിലേക്ക് വരാനായിരുന്നു. ഇന്ന് പള്ളിയിൽ പോകുമ്പോൾ മാത്രമല്ല, നമ്മുടെ വീട്ടിലെ അടുക്കളയിലും കിടപ്പുമുറിയിലും സംസാരത്തിലും യേശുവിനെ കൂടെ കൂട്ടാം. യേശു കൂടെയുള്ള വീട് സ്വർഗമാണ്. മൂന്നാമത്തെ കാര്യം, മാറ്റം പ്രവൃത്തിയിൽ കാണിക്കാം. ആക്ഷൻ ഓർ വേഴ്സ്. സക്കേവൂസ് യേശുവിനെ കണ്ടപ്പോൾ വെറുതെ സ്തുതി പാടുകയല്ല ചെയ്തത്. അവൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. അവൻ്റെ മാറ്റം അവൻ്റെ പോക്കറ്റിലും പ്രവൃത്തിയിലുമാണ് കണ്ടത്. ഈ നോമ്പ് കാലത്ത് വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, നമ്മുടെ പ്രവൃത്തിയിൽ മാറ്റം വരണം. ഇന്ന് ഒരാളോടെങ്കിലും അല്പം കൂടി ദയ കാണിക്കാനും ആർക്കെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യാനും നമുക്ക് കഴിയട്ടെ. 3 കാര്യങ്ങൾ. 1, പരിശ്രമിക്കാം, മേക്ക് ആൻ എഫർട്ട്. 2, ക്രിസ്തുവിനെ സ്വീകരിക്കാം, ഹോസ്റ്റ് ജീസസ്. 3, മാറ്റം കാണിക്കാം, ഷോ ചേഞ്ച്. ഈ ലെൻഡ് 50 ദ ജേർണി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ സ്നേഹ സന്ദേശം നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പിലും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മടിക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.